പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പലിശ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലിശയ്ക്കകത്തിലെ സാധാരണ പലിശ എന്ന ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കൂട്ടുപലിശ തുടങ്ങി. കൂട്ടുപലിശയിലെ ആദ്യത്തെ 2 മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത 3ാമത്തെ മോഡലാണ് 20,000 രൂപ 20,000 രൂപ 20% വാർഷിക പലിശ നിരക്കിൽ അർദ്ധവാർഷികമായി പലിശ കണക്കാക്കിയാൽ ഒരു വർഷത്തേക്ക് കൂട്ടുപലിശ എന്ത്? ക്വസ്റ്റ്യൻ വായിച്ചല്ലോ. 20,000 രൂപയാണ്, 20% നമ്മുടെ വാർഷിക നിരക്ക് അല്ലേ. ഇപ്പം പി എന്ന് പറയുന്നത് 20,000 രൂപ അല്ലേ. നമ്മുടെ മുടക്ക് മുതൽ അല്ലെ നിക്ഷേപം എന്ന് പറയുന്നത് 20,000 രൂപയാണ്. അവിടുത്തെ പലിശ നിരക്ക് തന്നിട്ടുണ്ട് 20% അല്ലേ. നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിട്ടുണ്ട് 1 വർഷം. നമ്പർ ഓഫ് ഇയേഴ്സ് 1 വർഷം. 1 വർഷത്തേക്കാണ് കൂട്ടുപലിശ കാണേണ്ടത് അല്ലേ. പക്ഷേ ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്. എന്താ അത്? അർദ്ധവാർഷികമായാണ് പലിശ കണക്കാക്കുന്നത്. എന്താണ് ഈ അർദ്ധവാർഷികം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സ്കൂൾ അധ്യയന വർഷത്തിൽ നമുക്ക് സ്കൂൾ തുടങ്ങി ഏകദേശം പകുതിയാകുമ്പോൾ നമുക്കൊരു എക്സാം നടത്തും. അർദ്ധവാർഷിക പരീക്ഷ എന്ന് പറഞ്ഞൊരു എക്സാം നടത്തും അല്ലേ. 1 വർഷത്തിൻ്റെ മിഡ് ടേം എക്സാം അല്ലെങ്കിൽ അർദ്ധവാർഷിക പരീക്ഷ, ഒരു ടേമിൻ്റെ അല്ലെങ്കിൽ ഒരു അധ്യയന വർഷത്തിന്റെ പകുതിയാകുമ്പോൾ നടത്തുന്ന പരീക്ഷ. അതേപോലെ 1 വർഷത്തിന്റെ ഇവിടെ പലിശ കണക്കാക്കുന്നത് 1 വർഷം എടുക്കുമ്പോൾ അതിൽ 6 മാസം, ആ വർഷത്തിന്റെ പകുതിയാകുമ്പോൾ ഒരു പലിശ കണക്കാക്കും. അത് കഴിഞ്ഞ് അടുത്ത 6 മാസം, 1 വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ 6 മാസം ആകുമ്പോൾ ഒരു പലിശ കണക്കാക്കും. പിന്നെ അടുത്ത 6 മാസം ആകുമ്പോൾ അടുത്ത പലിശ കണക്കാക്കും. വീണ്ടും 6 മാസം ആകുമ്പോൾ അടുത്ത പലിശ കണക്കാക്കും. അങ്ങനെ 6 മാസം കൂടി ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? പലിശ കണക്കാക്കും. അപ്പോൾ 1 വർഷത്തേക്ക് പലിശ കണക്കാക്കുമ്പോൾ എത്ര തവണ പലിശ കണക്കാക്കുന്നുണ്ട്? 1 വർഷത്തേക്ക് 2 തവണ പലിശ കണക്കാക്കും അല്ലേ. കാരണം ആദ്യത്തെ 6 മാസം ആകുമ്പോൾ ഒരു പലിശയും അടുത്ത 6 മാസം ആകുമ്പോൾ ഒരു പലിശയും, അങ്ങനെ മൊത്തത്തിൽ 12 മാസം. 12 മാസം എന്ന് വെച്ചാൽ 1 വർഷം. അപ്പോൾ 1 വർഷം കൂടി ഇരിക്കുമ്പോൾ എത്ര പ്രാവശ്യം കണക്കാക്കും? 2 തവണ കണക്കാക്കും. ഓക്കെ ആണോ? അപ്പോൾ എന്ന് പറയുന്നത് 1 ഇയർ ആണെങ്കിലും നമ്മൾ എത്ര തവണയായിരിക്കും പലിശ കണക്കാക്കുന്നത്? 2 തവണ പലിശ കണക്കാക്കും അല്ലേ. ഇനി എന്ന് പറയുന്ന 3 വർഷം എന്ന് പറയുന്ന 2 വർഷം തന്നു കഴിഞ്ഞാലോ നമ്മൾ എത്ര തവണ കണക്കാക്കും? 4 തവണ കണക്കാക്കും. എന്ന് പറയുന്ന 3 തവണ വന്നാലോ നമ്മൾ 6 തവണ പലിശ കണക്കാക്കും. ഓക്കെ, ഇത്ര ഐഡിയ കിട്ടിയല്ലോ. ഇനി 20% വാർഷികമായ പലിശ നിരക്കാണ് അല്ലേ. 1 വർഷത്തേക്കുള്ള പലിശ നിരക്കാണ് 20%. അങ്ങനെയാണെങ്കിൽ അർദ്ധവാർഷികമായി പലിശ നിരക്ക് എത്രയായിരിക്കും? ഇതിൻ്റെ പകുതിയായിരിക്കും, 10%. ഓക്കെ ആണോ? അർദ്ധവാർഷികമായാണ് കണക്കാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പലിശ നിരക്കിൻ്റെ പകുതി എടുക്കും. ഇവിടെ 20 ആയതുകൊണ്ട് 10% എടുക്കും. ഇനി എന്ത് ചെയ്യണം? പലിശ നിരക്ക് പകുതിയാക്കിയിട്ട് 2 വർഷത്തെ പലിശ കണക്കാക്കുന്നത് പോലെ ചെയ്യുന്നതാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി സാധാരണ എങ്ങനെയാണോ നമ്മൾ പലിശ കണക്കാക്കുന്നത് അതനുസരിച്ച് പലിശ കണക്കാക്കുക. എങ്ങനെയാണ് കൂട്ടുപലിശ കണക്കാക്കുന്നത്? ആദ്യം 20,000 രൂപ അല്ലേ. 20,000 രൂപ എത്ര തവണ കണക്കാക്കണമെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 1 വർഷമാണെങ്കിലും എത്ര തവണ കണക്കാക്കണം? 2 തവണ കണക്കാക്കണം. ഏത് റേഷ്യോ, ഏത് പലിശ നിരക്കിൽ? 10% പലിശ നിരക്കിൽ. അങ്ങനെയാണെങ്കിൽ 20,000 ഇൻറ്റു 10/100 അല്ലേ. 10/100 എത്ര കിട്ടും നമുക്ക്? 2,000. എത്ര കിട്ടും? 2,000. ആദ്യത്തെ വർഷത്തെ പലിശ നിരക്ക് എത്ര എന്ന് കിട്ടി? നമുക്ക് 2,000 എന്ന് കിട്ടി അല്ലേ. ഇനി നമ്മുടെ മുതൽ മുടക്ക് എത്രയായിരിക്കും? ഈ 2,000 കൂടെ 20,000 കൂടെ കൂട്ടുന്നതായിരിക്കും നമ്മുടെ അടുത്ത പ്രാവശ്യത്തെ മുതൽ മുടക്കെന്ന് പറയുന്നത് അല്ലേ. 22,000. 22,000 10% കാണുമോ? 22,000 10% കാണുമ്പോൾ എത്ര കിട്ടും? 2,200. ഇനി ഇത് 1ാമത്തെ പ്രാവശ്യത്തെയും ഇത് 2ാമത്തെ പ്രാവശ്യത്തെയും പലിശയാണ് അല്ലേ. ഈ 2 പലിശയും കൂടെ കൂട്ടുക, 4,200. ഇതാണ് നമുക്ക് മൊത്തത്തിലുള്ള പലിശ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? 4,200 ഓപ്ഷൻ ബി. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ അർദ്ധവാർഷികമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? പലിശ നിരക്ക് നേരെ പകുതിയാക്കുക. പലിശ നിരക്ക് എന്ന് പറയുന്നത് നേരെ എന്ത് ചെയ്യുക? പകുതിയാക്കുക. അപ്പോൾ ഇവിടെ 6.20 തന്നേക്കുന്നത്, അത് നേരെ എന്താക്കുക? 10 ആക്കുക, പകുതിയാക്കുക. ഇനി 2 വർഷത്തെ പലിശ നിരക്ക് ഇവിടെ 1 വർഷമാണ്. 1 വർഷത്തേക്കാണ് നമുക്ക് കാണേണ്ടത്. 1 വർഷത്തേക്ക് കാണുമെങ്കിൽ എന്ത് ചെയ്യുക? 2 ആയിട്ട് എടുക്കുക. 2 വർഷത്തെ കാണുക. 1 വർഷത്തേക്ക് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 2 വർഷത്തേക്കുള്ളത് കാണണം. 2 വർഷത്തേക്ക് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം കാണണം? 4 പ്രാവശ്യം കാണണം. ഇനി 3 വർഷത്തേക്ക് കാണാൻ പറഞ്ഞു കഴിഞ്ഞാലോ 6 പ്രാവശ്യം കാണണം. കാരണം ഓരോ 6 മാസം കൂടി ഇരിക്കുമ്പോഴും അർദ്ധവാർഷികമായാണ് പലിശ കണക്കാക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കിയേ, 50,000 രൂപ 20% വാർഷിക പലിശ നിരക്കിൽ അർദ്ധവാർഷികമായി പലിശ കണക്കാക്കിയാൽ 1 വർഷത്തേക്ക് കൂട്ടുപലിശ എന്ത് ചെയ്യാനാ പറഞ്ഞാൽ? പലിശ നിരക്ക് 20%. അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? പകുതി എടുക്കുക, 10% എടുക്കുക.
ഇനി ഒരു വർഷത്തേക്കാണ് കൂട്ടുപലിശ കണക്കാക്കേണ്ടത്. അർദ്ധവാർഷികമാകുമ്പോൾ അത് എത്ര തവണ കണക്കാക്കണം? 2 തവണ കണക്കാക്കണം. 2 തവണ എന്ത് ചെയ്യണം? കണക്കാക്കണം. ഓക്കെ ആണോ? ഇനി എന്നിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഇത് ഇവിടെ ഓക്കെ 50,000 രൂപയാണ് നമ്മുടെ എന്ത് മുതൽ മുടക്ക്. 50,000-ൻ്റെ 10%, 50,000-ൻ്റെ 10% കാണുക 5,000. ഓക്കെ 5,000 എത്ര തവണയാണ് കാണേണ്ടത്? 2 തവണ അല്ലേ. ഇനി അടുത്ത തവണ കാണുമ്പോൾ ഈ 5,000 എന്ത് ചെയ്യുക? 50,000-ൻ്റെ കൂടെ കൂട്ടുക. 55,000 ഡിവൈഡ് ബൈ 10 ഡിവൈഡ് ബൈ 100 എത്ര കിട്ടും? 55,000 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 100 എത്ര കിട്ടും നമുക്ക്? 5,500 എന്ന് കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കിട്ടും നമുക്ക്? 10,500 എന്ന് കിട്ടും. 10,500. ഓക്കെ ആണോ? മനസ്സിലായോ? ഓപ്ഷൻ എ. മനസ്സിലായോ പറഞ്ഞത്? അർദ്ധവാർഷികമായിട്ട് കാണാൻ തരുമ്പോൾ എന്ത് ചെയ്യുക? വാർഷിക പലിശ നിരക്കങ്ങ് പകുതിയാക്കോ. വാർഷിക പലിശ നിരക്ക് പകുതിയാക്കോ. ഒരു വർഷത്തേക്കാണ് കൂട്ടുപലിശ കാണേണ്ടെങ്കിൽ എത്ര തവണത്തേക്ക് കാണണം? 2 തവണ കാണണം. ഇനി 2 വർഷത്തേക്കാണ് കാണേണ്ടെങ്കിൽ 4 തവണയായിട്ട് കാണണം. ഓക്കെ ആണോ ക്വസ്റ്റ്യൻ പറഞ്ഞത്? അടുത്ത് നോക്കിയേ. 40,000 രൂപ 10% പലിശ നിരക്കിൽ അർദ്ധവാർഷികമായി പലിശ കണക്കാക്കിയാൽ, അർദ്ധവാർഷികം ഒന്ന് തന്നു കഴിഞ്ഞാലേ മനസ്സിലാക്കിക്കോണം, ഇതിൻ്റെ വാർഷിക പലിശ നിരക്കിൻ്റെ പകുതിയാക്കുക. വാർഷിക പലിശ നിരക്ക് എന്താക്കുക? പകുതിയായിട്ട് എടുക്കുക. വാർഷിക പലിശ നിരക്ക് 10 എന്നുള്ളത് 5 എടുത്തു. ഇനി ഒരു വർഷത്തേക്ക് കാണണമെന്ന് പറഞ്ഞാൽ എത്ര തവണ കാണണം? 2 തവണ കാണണം അല്ലേ. ഇവിടെ 40,000 ആദ്യത്തെ തവണ 40,000 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 100. 5 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 2,000 എന്ന് കിട്ടി. ഓക്കെ 2,000 ഒന്നാമത്തെ വർഷം അല്ല, ഒന്നാമത്തെ 6 മാസത്തെ അല്ലേ. അർദ്ധവാർഷികമായിട്ട് കാണുമ്പം ആദ്യത്തെ 2,000 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ 2,000 40,000-ൻ്റെ കൂടെ കൂട്ടുക. 42,000 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 100 ഇതെത്ര കിട്ടും നമുക്ക്? 2,100 എന്ന് കിട്ടി. 2,100 എന്ന് കിട്ടി. ആകെ 2 പലിശയും കൂടെ കൂട്ടുമ്പോൾ മൊത്തത്തിൽ എത്ര കിട്ടും നമുക്ക്? 4,100 എന്ന് കിട്ടി. 4,100. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ. ഇനി അടുത്ത് നോക്കാം. 10,000 രൂപ 10% പലിശ നിരക്കിൽ 3 വർഷത്തെ കൂട്ടുപലിശ എന്ത്? 10,000 രൂപ 10% പലിശ നിരക്കിൽ 3 വർഷത്തെ കൂട്ടുപലിശ എന്ത്? കൂട്ടുപലിശ എന്ത്? പലിശ കാണുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെയാ നോക്കാം. 3 വർഷം ആകുമ്പോൾ എന്ത് ചെയ്യണം? മുതൽ അതേപോലെ എഴുതുക. 10,000 ഇൻറ്റു 10% പലിശ നിരക്ക്. പലിശ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 10-ൻ്റെ കൂടെ 100 കൂട്ടുക. 110 ഡിവൈഡ് ബൈ 100. നമ്മൾ 2 രീതിയിലാണ് ഇത് പഠിച്ചിട്ടുള്ളത്. പലിശ കാണാൻ 2 രീതിയിൽ പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഒന്നാമത്തെ വീഡിയോ ഒന്ന് കാണുക. 1ഉം 2ഉം മോഡൽ 1ഉം 2ഉം വീഡിയോസ് കാണുക. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഇവിടെ 110 ഡിവൈഡ് ബൈ 100 ചെയ്തു. 3 വർഷം ആയതുകൊണ്ട് 3 തവണ എന്ത് ചെയ്യുന്നു? നമ്മൾ എഴുതി ഗുണിക്കുന്നു. 3 തവണ എഴുതി ഗുണിക്കുന്നു അല്ലേ. ഓക്കെ. ഇനി ചെയ്ത് നോക്കിയേ. 0 0 ക്യാൻസൽ ആയത്. ഈ 2 0യും ഈ 2 0യും ക്യാൻസൽ ചെയ്ത്, ഈ 0 ക്യാൻസൽ ചെയ്ത്, ഇത് ഈ 0 ക്യാൻസൽ. ഇനി എന്താ അവശേഷിക്കുന്നു? 111 ഇൻറ്റു 111 ഇൻറ്റു 110. ഓക്കെ എത്ര കിട്ടും നമുക്ക്? 13,310 എന്ന് കിട്ടും. 13,310. ഇതെന്ന് പറയുന്നത് 13,310 എന്ന് പറയുന്നത് 3 വർഷം കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാശാണ് അല്ലേ. 10,000 രൂപ നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചാൽ 3 വർഷം കഴിഞ്ഞ് നമുക്ക് ലഭിക്കുന്ന കാശാണ് 13,310. ഇതിൽ എത്ര രൂപ പലിശ ഉണ്ടായിരിക്കും? എങ്ങനെ അറിയാം? നമ്മൾ 13,310 രൂപ നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ നമ്മൾ എത്ര രൂപ അടച്ചിട്ടുള്ളത്? 10,000 രൂപ അടച്ചിട്ടുള്ളൂ അല്ലേ. അധികമായിട്ട് കിട്ടുന്ന 3,310 എന്ന് പറയുന്നത് എന്തായിരിക്കും? പലിശ ആയിരിക്കും. ഇവിടെ കൂട്ടുപലിശയായിരിക്കും 3,310 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത് നോക്കിയേ. 50,000 രൂപ 10% പലിശ നിരക്കിൽ 3 വർഷത്തേക്ക് കൂട്ടുപലിശ എന്ത്? എങ്ങനെയാണ് കാണുന്നത്? 50,000 ഇൻറ്റു 10% ആകുമ്പോൾ 100 കൂട്ടണം അല്ലേ. 110 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 110 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 110 ഡിവൈഡ് ബൈ 100. 3 വർഷം ആയതുകൊണ്ടാണ് 3 തവണ എഴുതി ഗുണിക്കുന്നത്. ഓക്കെ ആണോ? 2 0 ക്യാൻസൽ ചെയ്തു. ഈ 2 0യും ഈ 2 0യും ക്യാൻസൽ ചെയ്തു. അടുത്ത ഈ 0 ഇതും ഇതും. ബാക്കി എത്ര കിട്ടി നമുക്ക്? 110 ഇൻറ്റു 111 ഇൻറ്റു 11 ഇൻറ്റു 5 ഉണ്ട് അല്ലേ. ഇത്രയും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 66,550 എന്ന് കിട്ടും. 66,550 എന്ന് കിട്ടും. അപ്പോൾ 3 വർഷം കഴിഞ്ഞ് നമ്മൾ 50,000 രൂപ 3 വർഷത്തേക്ക് നമ്മൾ 50,000 രൂപ കൂട്ടുപലിശ രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ 3 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കാശാണ് 66,550 എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര രൂപ അധികമായിട്ട് കിട്ടിയത്?
അതറിയണമെങ്കിൽ 66,550 നിന്നും എന്ത് ചെയ്യണം? 50,000 രൂപ കുറയ്ക്കണം അല്ലേ? 50,000 രൂപ കുറയ്ക്കുമ്പോൾ നമുക്ക് 16,550 എന്ന് കിട്ടും. 16,550 എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ പലിശയായിരിക്കും കിട്ടിയേക്കുന്നത്. ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. ഇതേ നോക്കിയേ, 30,000 രൂപ 10% പലിശ നിരക്കിൽ 3 വർഷത്തെ കൂട്ടുപലിശ എന്ത്? എങ്ങനെ കണ്ടുപിടിക്കും? മുതൽ ഇൻറ്റു അല്ലേ 30,000 ഇൻറ്റു 10% പലിശ നിരക്ക്. ഏത് പലിശ നിരക്കാണോ തരുന്നത് അതിൻ്റെ കൂടെ 100 കൂട്ടുക, 110 ഡിവൈഡ് ബൈ 100. 3 വർഷമായതുകൊണ്ട് 3 തവണ എഴുതി ഗുണിക്കുക. 110 ഡിവൈഡ് ബൈ 100, 110 ഡിവൈഡ് ബൈ 100. ഓക്കെ ആണോ? ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 110 ഇൻറ്റു 11 ഇൻറ്റു 11 ഇൻറ്റു 3 എന്ന് കിട്ടും അല്ലേ? എത്ര കിട്ടും? ഇത് ഇത്രയും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 39,930 എന്ന് കിട്ടും. 39,930 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 30,000 രൂപ നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചപ്പോൾ 3 വർഷം കഴിയുമ്പോൾ നമുക്ക് തിരികെ കിട്ടുന്നതാണ് 39,930 എന്ന് പറയുന്നത് അല്ലേ? ഇതിൽ എത്ര രൂപയാണ് നമുക്ക് പലിശയായിട്ട് കിട്ടിയത്? അതറിയണമെങ്കിൽ എന്ത് ചെയ്യണം? 39,930 നിന്നും നമ്മൾ എന്ത് ചെയ്യണം? 30,000 മൈനസ് ചെയ്ത് നോക്കണം. 30,000 മൈനസ് ചെയ്യുക. എത്ര കിട്ടും? 9,930 എന്ന് കിട്ടും. ഓക്കെ ആണോ? പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, അടുത്ത മോഡൽ നോക്കാം. 25,000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? എന്താ പറഞ്ഞേക്കുന്നത്? 25,000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം. ഇതറിയണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സാധാരണ പലിശ കണ്ടുപിടിക്കണം അല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റ് ആദ്യം കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അത് കഴിഞ്ഞ് ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് കിട്ടും. ഓക്കെ ആണോ? ഇങ്ങനെ സാധാരണ നമ്മളിങ്ങനെ പഠിച്ചു വെച്ചേക്കുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക ആദ്യം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് തമ്മിലുള്ള മൈനസ് ചെയ്യുക. ഓക്കെ, ഇനി അതല്ല നമുക്ക് സമയം കളയാതെ വേഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഇങ്ങനൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ദേ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. പി രൂപ 6% പലിശ നിരക്കിൽ P രൂപ 6% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ P ഇൻറ്റു R/100 ദ ഹോൾ സ്ക്വയർ. R/100 ദ ഹോൾ സ്ക്വയർ. എന്താ പറഞ്ഞത്? P രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തെ, ഇത് ശ്രദ്ധിച്ചോണം, 2 വർഷത്തേക്ക് മാത്രമുള്ളതാണ്. 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ എന്താ? P ഇൻറ്റു R/100 ദ ഹോൾ സ്ക്വയർ. നോക്കാം, P എന്ന് പറയുന്നത് 25,000 ആണ് ഇവിടെ. 25,000 ഇൻറ്റു R എന്ന് പറയുന്നത് 10 ഡിവൈഡ് ബൈ 100 ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ ചെയ്യുന്നത് ദേ നോക്കി, 25,000 ഇൻറ്റു 10/100 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 10/100നെ 2 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു എന്നർത്ഥം അല്ലേ? 10/100 ഇങ്ങനെ എഴുതാം നമുക്ക്. ഇവിടെ 2 0 ക്യാൻസൽ ചെയ്തു. ഈ 0യും ക്യാൻസൽ ചെയ്തു. ഇതും ക്യാൻസൽ ചെയ്തു. ആൻസർ എത്ര കിട്ടി? നമുക്ക് 250 എന്ന് കിട്ടി. അപ്പോൾ ഇത് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന് കിട്ടി? 250 എന്ന് കിട്ടി. ഓക്കെ, 2 രീതിയും ചെയ്യാം. ഒന്നെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അത് തമ്മിൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അല്ലെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുക? P ഇൻറ്റു R/100 ദ ഹോൾ സ്ക്വയർ. എത്ര വർഷത്തെ ആണെങ്കിൽ? 2 വർഷത്തെ ആണെങ്കിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 40,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? നമ്മുടെ ഇക്വേഷൻ എന്താ? P തുക 6% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാൻ എന്ത് ചെയ്യണം? P ഇൻറ്റു R/100 ദ ഹോൾ സ്ക്വയർ. R/100 ദ ഹോൾ സ്ക്വയർ. ഇവിടെ P എന്ന് പറയുന്നത് 40,000 ആണ്. 40,000 ഇൻറ്റു R/100 എന്ന് പറയുന്നത് 10/100 ദ ഹോൾ സ്ക്വയർ ആകുമ്പോൾ 2 തവണ എഴുതി ഗുണിക്കുന്നു. 10/100. ഓക്കെ ആണോ? 0 ക്യാൻസൽ ചെയ്തു. ഈ 2 0യും ക്യാൻസൽ ചെയ്തു. 4 ഇൻറ്റു 10 ഇൻറ്റു 10 100 ഇൻറ്റു 400 എന്ന് ആൻസർ കിട്ടി. ഓക്കെ ആണോ? പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, ഇതേ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കിയ മോഡൽ. 30,000 രൂപ 20% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം. ഈ 2 വർഷത്തെ ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. P ഇൻറ്റു R/100 ദ ഹോൾ സ്ക്വയർ. R/100 ദ ഹോൾ സ്ക്വയർ അല്ലേ? 30,000 ഇൻറ്റു R/100 എന്ന് വെച്ചാൽ 20 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 100.
സ്ക്വയർ വന്നുകൊണ്ടാണ് നമ്മൾ 2 തവണ എഴുതി ഗുണിക്കുന്നത് അല്ലേ. 2 0 ക്യാൻസലായി. ഇവിടെയും ക്യാൻസൽ ചെയ്തു. ആൻസർ എത്ര കിട്ടും? 3 × 20 × 20 20 × 20 400 കിട്ടും. 400 × 3 12 1200 കിട്ടും. ഓക്കെ ആണോ? പറഞ്ഞ മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലാസ്റ്റ് മോഡലാണ്, ഈ ഒരു കൂട്ടുപലിശ ക്രമത്തിലുള്ള ലാസ്റ്റ് മോഡലാണ്. എന്താ? ഒരു നിശ്ചിത പലിശ നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 400 രൂപയും കൂട്ടുപലിശ 420 രൂപയുമായാൽ പലിശ നിരക്ക് എന്ത്? എന്താ ക്വസ്റ്റ്യൻ? ഒരു നിശ്ചിത പലിശ നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 400 രൂപയും കൂട്ടുപലിശ 420 രൂപയുമായാൽ പലിശ നിരക്ക് എന്ന് വെച്ചാൽ ആണ് ചോദിച്ചിരിക്കുന്നത്. പലിശ നിരക്ക് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ഇങ്ങനെ പലിശ നിരക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ സാധാരണ പലിശ 400 രൂപയാണെന്ന് തന്നിട്ടുണ്ട്, കൂട്ടുപലിശ 420 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡഡ് ബൈ സാധാരണ പലിശയുടെ പകുതി, സാധാരണ പലിശയുടെ പകുതി ഇൻറ്റു 100. ഇത് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? പലിശ നിരക്ക് കിട്ടും. ഓക്കെ, എങ്ങനെയാ ക്വസ്റ്റ്യൻ വരുന്നത്? ഒരു നിശ്ചിത പലിശ നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 400 രൂപയും കൂട്ടുപലിശ 420 രൂപയുമായാൽ പലിശ നിരക്ക് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ഇവിടുത്തെ വ്യത്യാസം, സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 400ഉം 420ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 20 രൂപ അല്ലേ. 20 ഡിവൈഡ് ബൈ ഇനി സാധാരണ പലിശയുടെ പകുതി, സാധാരണ പലിശ ഇവിടെ എത്ര? 400 രൂപ. 400 രൂപയുടെ പകുതി എന്ന് പറയുന്നത് 200 ആണ്. ഇൻറ്റു 100. ഓക്കെ ആണോ? 0 ക്യാൻസൽ ചെയ്തു. 2ഉം 20ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 10 കിട്ടും. ഇവിടുത്തെ പലിശ നിരക്ക് എത്രയായിരിക്കും? 10% ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു നിശ്ചിത പലിശ നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 100 രൂപയും കൂട്ടുപലിശ 105 രൂപയുമായാൽ പലിശ നിരക്ക് എത്ര? ഇത് നോക്കിയേ. സാധാരണ തുകയ്ക്ക് ഒരു നിശ്ചിത പലിശ നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 100 രൂപയും കൂട്ടുപലിശ 105 രൂപയും അല്ലേ. ഇക്വേഷൻ എന്താ? നമുക്ക് R = വ്യത്യാസം എന്ന് വെച്ചാൽ 100ഉം 105ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? 5 ഡിവൈഡ് ബൈ സാധാരണ പലിശയുടെ പകുതി, സാധാരണ പലിശ ഇവിടെ എത്ര? 100. 100ൻ്റെ പകുതി 50 ഇൻറ്റു 100 അല്ലേ. 0 ക്യാൻസൽ ചെയ്തു. 5ഉം ക്യാൻസൽ ചെയ്താൽ ബാക്കി എത്ര കിട്ടും നമുക്ക്? 10%. ഓക്കെ ആണോ? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു തുക കൂട്ടുപലിശ പ്രകാരം 4 വർഷം കൊണ്ട് 20,000 രൂപയും 5 വർഷം കൊണ്ട് 22,000 രൂപയുമായെങ്കിൽ പലിശ നിരക്ക് എത്ര? ക്വസ്റ്റ്യൻ നോക്കിയേ. കൂട്ടുപലിശ പ്രകാരം 4 വർഷം കൊണ്ട് എത്ര രൂപയായി? 20,000 രൂപ. 4 വർഷം കൊണ്ട് 20,000 രൂപ. 5 വർഷം കൊണ്ട് എത്രയായി? 22,000 രൂപ അല്ലേ. 22,000 രൂപ. നോക്കിയേ. 4 വർഷം കൊണ്ട് 20,000 രൂപ, 5 വർഷം കൊണ്ട് 22,000 രൂപ. അതായത് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വർഷം ഉണ്ടല്ലോ, ആ ഒരു വർഷം കൊണ്ട് എത്ര രൂപ പലിശ കിട്ടി നമുക്ക്? 2,000 രൂപ എന്ത് കിട്ടി? പലിശ കിട്ടി. ഒരു വർഷം കൊണ്ട് 2,000 രൂപ പലിശ കിട്ടി അല്ലേ. 4 വർഷം കൊണ്ട് 20,000 രൂപയും 5 വർഷം കൊണ്ട് 22,000 രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷം, ആ ഒരു വർഷത്തിനുള്ള അവർക്ക് കിട്ടിയ പലിശ എത്ര? അധികം കിട്ടിയ 2,000 രൂപയാണ്. ഓക്കെ, അതാണ് ഒരു വർഷത്തേക്കുള്ള പലിശ എന്ന് പറയുന്നത്. ഒരു വർഷത്തേക്കുള്ള പലിശ എന്ന് പറയുന്നത് എത്ര? 2,000 രൂപ. ഇനി ഇവിടുത്തെ പലിശ നിരക്കാണ് നമുക്ക് ചോദിച്ചേക്കുന്നത് അല്ലേ. പലിശ നിരക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? പലിശ നിരക്ക് = ഈ കിട്ടിയ ഒരു വർഷത്തെ പലിശ ഉണ്ടല്ലോ അത് ഡിവൈഡഡ് ബൈ, ആ ഒരു വർഷത്തെ പലിശ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ഇതിനകത്തിലെ ചെറിയ പലിശ ഉണ്ടല്ലോ 22,000 അല്ല, ഇതിനകത്തിലെ ചെറിയ സംഖ്യ 20,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇൻറ്റു 100. പലിശ നിരക്ക് ചോദിച്ചേക്കുന്നതുകൊണ്ട് ഇൻറ്റു 100. മനസ്സിലായോ? അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഇവിടെ 2 പലിശ കൊടുത്തിട്ടുണ്ട് അല്ലേ. 20,000 രൂപയും 22,000 രൂപയും 2 പലിശ കൊടുത്തിട്ടുണ്ട്. ഈ 2 പലിശ തമ്മിൽ കുറയ്ക്കുക. വ്യത്യാസങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുക? കുറയ്ക്കുക. 2 പലിശ തമ്മിൽ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 2,000 എന്ന് കിട്ടി. ഈ 2,000 ഡിവൈഡഡ് ബൈ ഇതിലെ ചെറിയ സംഖ്യ എത്രയാ? 20,000 രൂപ. ആ ചെറിയ സംഖ്യ ഇൻറ്റു 100 അങ്ങനെയും പഠിക്കാം. എന്താ? വ്യത്യാസം ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ ഇൻറ്റു 100 അല്ലേ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെ ക്യാൻസൽ ചെയ്യുക. ആൻസർ എത്ര കിട്ടി? 10% എന്ന് കിട്ടി.
മനസ്സിലായോ പറഞ്ഞത്? എന്താ വ്യത്യാസം ഡിവൈഡ് ബൈ ചെറിയ സംഖ്യ. ഇവിടെ 4 വർഷം കൊണ്ട് 20,000 രൂപയും 5 വർഷം കൊണ്ട് 22,000 രൂപയുമാണ്. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2,000 രൂപയാണ്. അങ്ങനെ വേണമെങ്കിൽ പഠിച്ചോ. അത് തമ്മിലുള്ള വ്യത്യാസം 2,000 രൂപയാണ്. അതുകൊണ്ട് 2,000 ഡിവൈഡ് ബൈ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനകത്തിലെ ചെറിയ സംഖ്യ 20,000 ആണ്. 20,000 × 100. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു തുക 3 വർഷം കൊണ്ട് കൂട്ടുപലിശ പ്രകാരം 25,000 രൂപയും 4 വർഷം കൊണ്ട് 30,000 രൂപയും ആയെങ്കിൽ പലിശ നിരക്ക് എത്ര? എന്താ പറഞ്ഞത്? 25,000 രൂപയും 30,000 രൂപയും എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഇത് തമ്മിലുള്ള വ്യത്യാസം ആദ്യം കാണുക. 30,000 മൈനസ് 25,000 = 5,000. ഓക്കെ, 5,000. അപ്പോൾ ചെറിയ വ്യത്യാസം ഡിവൈഡഡ് ബൈ 5,000 ഡിവൈഡ് ബൈ ചെറിയ സംഖ്യ 30,000 ആണോ ചെറുത്? 25,000 ആണോ? 25,000 അല്ലേ? അപ്പോൾ 5,000 ഡിവൈഡ് ബൈ ചെറിയ സംഖ്യയായ 25,000 × 100. ഇതാണ് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. എന്തില്ല? വ്യത്യാസം ഡിവൈഡ് ബൈ ചെറിയ സംഖ്യ വ്യത്യാസം ഡിവൈഡ് ബൈ ചെറിയ സംഖ്യ × 100. ഓക്കെ, ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം ക്യാൻസൽ ചെയ്ത് കളയുക. 5 ഡിവൈഡ് ബൈ 25 നമുക്ക് ഇവിടെ എത്ര കൊടുക്കാം? 5 കൊടുക്കാം. ഈ 5ഉം ഇതുമായിട്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് 20 എന്ന് കിട്ടും. ഇത് 20% ആണ് ഇവിടുത്തെ പലിശ നിരക്ക്. ഓക്കെ ആണോ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.